ഹലോ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് ജേസാ സവാൽ വൈസാ ജവാബ്. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. ബാദ്ഷാ അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു രാജാവാണ് അക്ബർ. രാജാവിൻ്റെ കൊട്ടാരത്തിൽ മന്ത്രിമാരും സേവകന്മാരും വിദൂഷകന്മാരും എന്നൊക്കെ കുറേ പേരുണ്ടാവും അല്ലേ. അപ്പോൾ അക്ബറിൻ്റെ കൊട്ടാരത്തിലുള്ള അപ്നെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ബീർബലിനെ അക്ബറിന് വളരെ ഇഷ്ടമായിരുന്നു. പസന്ദ് കർത്താ ഥാ. ബീർബൽ के बुद्धि के आगे बड़े बड़ों की भी कुछ नहीं चल पाती थी. ബീർബൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചെറുപ്പം മുതലേ വായിക്കുന്ന കോമിക്സുകളിലും കഥകളിലും ഒക്കെ ബാദ്ഷാ അക്ബറിനെ പറ്റിയും പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള ബീർബലിനെ പറ്റിയും കുറേ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബീർബൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു. അപ്പോൾ ബീർബലിൻ്റെ ബുദ്ധിക്ക് ആകെ, ബീർബലിൻ്റെ ബുദ്ധിയുടെ മുന്നിൽ ബഡേ ബഡോക്കി ബി കുച്ച് നെയ് ചൽപ്പാത്തി ഥി. വലിയ വലിയ ആൾക്കാർ, എത്ര കൂടുതൽ പഠിച്ചിട്ടുള്ള വലിയ ആൾക്കാരാണെങ്കിലോ അവരുടെ ഒന്നും ഒരു കാര്യവും നമ്മുടെ ബീർബലിൻ്റെ അടുത്ത് നടക്കില്ല. ബീർബൽ വളരെ ബുദ്ധിമാനാണ്. എന്ത് ചോദ്യം ചോദിച്ചാലും ബീർബലിന് അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം ഉണ്ടാവും. ഇസി കാരൺ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തേ ഥേ. ഈ കാരണം കൊണ്ട് തന്നെ കൊട്ടാരത്തിലുള്ള കുറേ ആൾക്കാർ ബീർബൽ സെ ജൽത്തേ ഥേ. ജൽത്തേ എന്ന് പറഞ്ഞാൽ അസൂയ വരിക, ദേഷ്യം വരിക. അപ്പോൾ അസൂയ കൊണ്ട് പല ആൾക്കാർക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. വേ ബീർബൽ കോ മുസീബത്ത് മേ ഫസാനെ കെ തരീക്കെ സോച്തേ രഹത്തെ ഥേ. ബീർബലിനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ എങ്ങനെ കഷ്ടത്തിലാക്കും എന്നുള്ള ഓരോ കാര്യങ്ങളും സോച്തേ രഹത്തെ ഥേ, ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. अकबर के एक घास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. അക്ബറിൻ്റെ കൊട്ടാരത്തിലുള്ള കുറേ ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊരാളാണ് ഖ്വാജ സര. ഈ പേര് ശ്രദ്ധിക്കണം കേട്ടോ, ഖ്വാജ സര. നമ്മളിപ്പോൾ ആരെയൊക്കെ പേര് പറഞ്ഞു? ബാദ്ഷാ അക്ബർ, മന്ത്രി ബീർബൽ, ഇനി മൂന്നാമത്തെ ആളാണ് ഒരു ഖാസ് പ്രധാനപ്പെട്ട ദർബാരി. ദർബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ പാർലമെൻറ്റൊക്കെ പോലെ അന്നത്തെ കാലത്ത് രാജാവിൻ്റെ സദസ്സ് എന്നാണ് പറയുക. അപ്പോൾ രാജാവിൻ്റെ സദസ്സിലുള്ള പ്രധാനിയായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഖ്വാജാ സര. ഖ്വാജാ സര കോ അപ്നി വിദ്യ और ബുദ്ധി पर बहुत അഭിമാൻ है. അയാൾ സ്വയം തന്നെ എന്തായിരുന്നു വിചാരിക്കുന്നത്? അയാൾക്ക് അയാളുടെ ബുദ്ധിയിലും നോളജിലും ഭയങ്കര അഹങ്കാരമായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമാനാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, എനിക്ക് ഭയങ്കര അറിവാണ് എന്നൊക്കെ സ്വയം വിചാരിക്കുന്ന ആളാണ്. ബീർബൽ को तो वे अपने सामने निरा बालक और मूर्ख समझते थे. ഈ ബീർബൽ ഭയങ്കര ബുദ്ധിമാനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, രാജാവിനും ഭയങ്കര ഇഷ്ടം. പക്ഷേ ഖ്വാജാ സരയ്ക്കോ? ഖ്വാജാ സര നോക്കുമ്പോൾ അപ്നെ സാമനെ, ഖ്വാജാ സരയുടെ ബുദ്ധിക്ക് അനുസരിച്ച് ബീർബൽ വെറും ബാലക്, വെറും ചെറിയ കുട്ടിയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുക. അതും മൂർഖ സമസ്തേതെ, വെറും മണ്ടനായ ഒരു കുട്ടിയാണെന്നാണ് ഖ്വാജാ സര എപ്പോഴും കരുതുന്നത്. ലേക്കിൻ അപ്നെ ഹി മാനനെ സെ തോ കുച്ച് ഹോത്താ നഹി. അതായത് സ്വന്തമായിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്നെ ഹി മാനനെ സെ തോ കുച്ച് ഹോത്താ നഹി. दरबार में बीरबल की ही तुदी बोलती और ख्वाजा सरा की बात ऐसे लगती थी जैसे नखार खाने में तूती के आवाज़. തൂത്തി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെ ചെറിയ കൂന്ന് സൗണ്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അതിവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദർബാറിൽ എല്ലാവരും ബീർബലിനെയാണ് പൊക്കി പറഞ്ഞുകൊണ്ട്. ഖ്വാജാ സരാൻ്റെതെന്ന് പറഞ്ഞാൽ ഖ്വാജാ സരയ്ക്ക് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് വലിയ ഫാക്ടറികളിൽ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം ഭയങ്കര കൂടുതലായിരിക്കില്ലേ. അത് വെച്ച് നോക്കുമ്പോൾ വേറൊരു സൈഡിൽ ഒരു കുഞ്ഞു ശബ്ദം. അപ്പോൾ വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കുഞ്ഞു ശബ്ദം ആരെങ്കിലും കേൾക്കുമോ?
അപ്പോൾ അതേപോലെ ഇതൊരു കമ്പാരിസൺ ആണ്. അതായത് ഇത്രയും കൂടുതൽ ആൾക്കാരുള്ള സമയത്ത് ഖ്വാജ സറ മാത്രമായിട്ട് ബീർബലിനെ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നത് ബീർബൽ ഭയങ്കര ബുദ്ധിമാനാണെന്നാണ്. ख्वाजा साहब की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते, लेकिन निकलवाते कैसे? ഇവിടെ ഇപ്പോൾ ഖ്വാജ സാഹിബ് പറയുന്നതായിരുന്നു നടക്കുന്നതെങ്കിൽ ഖ്വാജ സാഹിബ് എന്നേ ബീർബലിനെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഒന്നും നടക്കുന്നില്ല. एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए बहुत सोच विचार कर कुछ मुश्किल प्रश्न सोच लिए. ഒരു ദിവസം ഖ്വാജ സാഹിബ് ബീർബൽ കോ മൂർഖ സാബിത് കർനെ കെ ലിയെ, ബീർബലിന് ഒരു മണ്ടനാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ബഹുത് സോച്ച് വിചാർ കർ, വളരെ ചിന്തിച്ചിട്ട് കുച്ച് മുഷ്കിൽ പ്രശ്ന സോച്ച് ലിയേ, കുറച്ച് കഠിനമായ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചു. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के छक्के छूट जाएंगे और वह लाख कोशिश करके भी संतोषजनक उत्तर नहीं दे पाएगा. उन्हें विश्वास था, രാജാ സാഹിബ് നല്ല 3 ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചു. ഉന്നെ വിശ്വാസ് ദ, അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമായിരുന്നു. കി ബാദ്ഷാക്ക് ഇൻ പ്രശ്നോങ്കോ, ബാദ്ഷാ ബീർബലിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബീർബൽക്ക് ചക്കേ ചൂട് ജായെങ്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലായി പോവും. ഇപ്പം നമ്മൾ ഈ ചോദ്യം കേട്ടാൽ തന്നെ അവരുടെ കിളി പോവുക, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ഭാഷകളിൽ പറയില്ലേ, അതേപോലെ ഭയങ്കര പ്രശ്നത്തിൽ പെട്ടുപോകും എന്നുള്ളതിലാണ് അങ്ങനെ പറയുന്നത്. और वला कोशिश करके भी, എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സന്തോഷജനക് ഉത്തർ നഹി ദേ പായേഗ, കറക്റ്റായിട്ടുള്ള ആൻസർ എന്തായാലും അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. फिर बादशाह मान लेगा कि ख्वाजा सरा के आगे बीरबल कुछ नहीं है. അപ്പോൾ ബീർബലിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ബാദ്ഷയ്ക്ക് മനസ്സിലാവും ഈ ഖ്വാജ സരയ്ക്ക് മുമ്പിൽ ബീർബൽ ഒന്നും അല്ല എന്ന്. ख्वाजा साहिब अचकन पगड़ी पहनकर दाढ़ी सहलाते हुए अकबर के पास पहुँचे. ഖ്വാജ സാഹിബ് അച്കൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ ഉള്ള ആൾക്കാരിടുന്ന ലോങ് ആയിട്ടുള്ള ഒരു കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ്, ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പക്കടി എന്ന് പറഞ്ഞാൽ തലപ്പാവ്. അപ്പോൾ ഖ്വാജ സാഹിബ് ആ ഒരു കോട്ടും തലപ്പാവും ഒക്കെ ഇട്ടിട്ട് ദാടി സെഹലാത്തെ ഹുയെ, താടിയൊക്കെ തടവിക്കൊണ്ട് അക്ബർ കെ പാസ് പൗഞ്ചെ, അക്ബറിൻ്റെ അടുത്തെത്തി. और सिर झुकाकर बोले, തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ബീർബൽ ബടാ ബുദ്ധിമാൻ ബൻതാ ഹേ, ബീർബൽ ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. ആപ് ഭി ഉസ്കി ലംബി ചോട്ടി ബാത്തോം കെ ധോക്കെ മേ ആ ജാത്തെ ഹേ, അപ്പം നിങ്ങൾ പോലും, അതായത് രാജാവ് പോലും അയാളുടെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെയുള്ള ഉത്തരങ്ങളിൽ വീണു പോകും. ധോക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിക്കുക. അപ്പം നിങ്ങൾ രാജാവും അയാളുടെ ഇങ്ങനത്തെ പല ഉത്തരങ്ങളിലും പറ്റിക്കപ്പെടുകയാണ്. मैं चाहता हूँ कि आप मेरे 3 सवाल के जवाब पूछकर उनके दिमागी गहराई नाप ले. मैं चाहता हूँ, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് രാജാവ് 3 സവാലോം കെ ജവാബ്, 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചോദിച്ചുകൊണ്ട് ഉസ്കെ ദിമാഗ് കെ ഗഹരായി, അയാളുടെ ബുദ്ധിശക്തി നാപ്ലേ എന്ന് പറഞ്ഞാൽ അളക്ക്. അപ്പോൾ രാജാവിനോട് പറയാം, ഞാൻ തന്നിരിക്കുന്ന ഈ 3 മുഷ്കിൽ പ്രോബ്ലം, 3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ബീർബലിൻ്റെ ബുദ്ധി നിങ്ങളൊന്ന് അളന്ന് നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉസ് നക്ലി അക്കൽ ബഹദൂർ കി കലായി ഖുൽ ജായേഗി, ഇല്ലാത്ത ബുദ്ധി ഉണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു ആളുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരട്ടെ. ख्वाजा के अनुरोध करने पर अकबर ने बीरबल को बुलाया. ഖ്വാജ സാഹിബ് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അക്ബറിനെ ബീർബൽ കോ ബുലായ, അക്ബർ ബീർബലിനെ വിളിച്ചു.
और उनसे कहा. എന്നിട്ട് അക്ബർ ബീർബലിനോട് പറഞ്ഞു, ബീർബൽ, परमज्ञानी ഖ്വാജ സാബ് തുംസെ 3 പ്രശ്ന പൂछना चाहते हैं. എന്നിട്ട് പറയാ, ബീർബൽ, പരമജ്ഞാനിയായ ഖ്വാജ സാബ് നിന്നോട് 3 പ്രശ്ന 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്യാ തും ഉൻകെ ഉത്തർ ദേ സകേംഗെ? നിനക്ക് അതിൻ്റെ ഉത്തരം തരാൻ പറ്റുമോ? ബീർബൽ പോലെ, ജഹാംപന. ജഹാംപന എന്ന് പറഞ്ഞാൽ യുവർ ലോഡ്, റെസ്പെക്റ്റോടെ രാജാവിനെ വിളിക്കുന്നതാണ്. ജഹാംപന. ജറൂർ ദൂങ്ക, ഉറപ്പായിട്ടും തരും. ഖുഷി സേ പൂച്ചേ, സന്തോഷത്തോടെ ചോദിച്ചോളൂ. ഖ്വാജ സാഹബ് ने अपने तीनों सवाल लिख कर बादशाह को दे दिया. ഖ്വാജ സാഹബ് എന്താ ചെയ്തത്? തൻ്റെ 3 ക്വസ്റ്റ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് രാജാവിന് കൊടുത്തു. അക്ബർ ने बीरबल से ख्वाजा का पहला प्रश्न पूछा. पहला प्रश्न എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം. അക്ബർ ബീർബലിനോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. സംസാർ കാ കേന്ദ്ര കഹാം ഹേ? ഈ ലോകത്തിൻ്റെ സെൻട്രൽ പോയിന്റ്, കേന്ദ്ര എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോയിന്റ് എവിടെയാണ്? അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഖ്വാജ സാര ബീർബലിനോട് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ബീർബൽ എന്ത് ആൻസർ പറയുമെന്ന് അറിയാൻ വേണ്ടി അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഖ്വാജ സാബ്. ബീർബൽ ने तुरंत जमीन पर अपनी छड़ी झाड़कर उत्तर दिया. ബീർബൽ പക്ഷെ അധിക സമയമൊന്നും എടുത്തില്ല. തുരന്ത്, പെട്ടെന്ന് തന്നെ ഭൂമിയിൽ, അതായത് ദർബാറിൽ നിൽക്കുകയല്ലേ, അപ്പം തൊട്ട് മുമ്പിൽ ഫ്ലോറിൽ അപ്നി ജഡി ജാൻകർ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടി കുത്തിക്കൊണ്ട് പറഞ്ഞു, ഉത്തർ ദിയ. ഈ ഒരു പോയിൻ്റാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഫുൾ ലോകത്തിൻ്റെയും സെൻറ്റർ. 4 സൈഡിൽ നിന്ന് നിങ്ങൾ അളന്ന് നോക്കിയാലും ഈ പോയിന്റിലേക്ക് ഈക്വലായിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. യഹി സ്ഥാൻ ചാരോ ഓർ സെ ദുനിയ के बीचों बीच पड़ता है. यदि ख्वाजा साहब को विश्वास न हो तो वे फीते से सारी दुनिया को नाप कर दिखाते कि मेरी बात ഗലത് ഹേ. ആഹാ, അപ്പോൾ ബീർബൽ എന്താ ഉത്തരം പറഞ്ഞത്? ഈ ഒരു പോയിന്റാണ് ലോകത്തിൻ്റെ സെൻട്രൽ ഭാഗം. ഇനി അഥവാ ഖ്വാജ സരയ്ക്ക് ഇത് വിശ്വാസമില്ലെങ്കിൽ ഖ്വാജ സര എന്ത് ചെയ്താൽ മതി? ഫീതേസെ സാരി ദുനിയാക്കോ നാപ്കർ, ഒരു ടേപ്പ് എടുത്തിട്ട്, അളക്കുന്ന ഒരു ടേപ്പ് എടുത്തിട്ട് ഈ ലോകം മുഴുവൻ അളന്ന് കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ട് കണ്ടുപിടിച്ചോളൂ. എന്നിട്ട് എൻ്റെ ഉത്തരം തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാം. ഒരു ടേപ്പ് എടുത്തിട്ട് ഈ ലോകം മുഴുവൻ അളക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല അല്ലേ? അതപ്പോൾ ബുദ്ധിമാനായ ബീർബൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഉത്തരം കൊടുത്തത്. അക്ബർ ने दूसरा प्रश्न किया. അക്ബർ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ആകാശ് മേ കിത്നെ താരേ ഹേ? ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് പറയാൻ പറ്റുമോ? ബീർബൽ ने एक भेड़ मंगवाकर कहा. ബീർബൽ അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊരു ഷീപ്പിനെ വേണം. ബേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷീപ്പിനെ കൊണ്ടുതരണം. इस भेड़ के शरीर में जितने बाल है उतने ही तारे आसमान में है. ഈ ഒരു ഷീപ്പിൻ്റെ മുകളിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും നക്ഷത്രങ്ങളാണ് ആകാശത്തിലുള്ളത്. ख्वाजा साहब को इसमें संदेह है तो वे बालों को गिनकर तारों की संख्या से तुलना कर ले. അഥവാ ഖ്വാജ സരയ്ക്കിനി സംശയം വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ഷീപ്പിൻ്റെ രോമങ്ങളൊക്കെ എണ്ണി നോക്കുക. എന്നിട്ടോ ആകാശത്തിലെ നക്ഷത്രങ്ങളും എണ്ണി നോക്കുക. എന്നിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. അക്ബർ ने तीसरा सवाल किया. രണ്ടാമത്തെ ചോദ്യത്തിനും ബീർബൽ ബുദ്ധിപരമായ ഉത്തരം കൊടുത്തു അല്ലേ? ഇപ്പോൾ അക്ബർ ने तीसरा सवाल किया. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. സംസാർ की आबादी कितने है? ആബാദി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ. ഈ ലോകത്തിൽ ഇപ്പോൾ ആകെ എത്ര ജനങ്ങളുണ്ട്? ഈ നിമിഷം ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ടെന്നാണ് ചോദിച്ചത്. ബീർബൽ ने कहा,
जहांपना। संसार की आबादी पल पल बढ़ती रहती है क्योंकि हर पल लोग का मरना जीना लगा ही रहता है. ബീർബൽ എന്താ പറഞ്ഞത്? മൈ ലോഡ്, ഈ ലോകത്തിലുള്ള ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണമല്ലേ. പൽ പൽ പർ, ഓരോ സെക്കൻഡിലും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്? ഓരോ സെക്കൻഡിലും എവിടെയെങ്കിലുമൊക്കെ ഒരു കുട്ടി ജനിക്കും. അപ്പോൾ എന്ത് പറ്റും? ആൾക്കാരുടെ എണ്ണം കൂടി വരും. ഇനിയോ അതേ സമയം ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മരിച്ചു പോകും. അപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞു പോകും. इसलिए അതുകൊണ്ട് यदि सभी लोगों को एक जगह इकट्ठा किया जाए तभी उनको गिनकर ठीक ठीक संख्या बताई जा सकती है. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാം, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരെയും ഒരു സ്ഥലത്ത് ഇക്കട്ടാക്കർണ, കളക്ട്, എല്ലാവരോടും ഒരു സ്ഥലത്തേക്ക് വരാൻ പറയാം. അപ്പം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കൃത്യമായി എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. बादशाह तो बीरबल के उत्तरों से संतुष्ट हो गया, लेकिन ख्वाजा साहब नाक बहुत सिकोट कर बोले. ബീർബലിൻ്റെ ഉത്തരം കേട്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. അക്ബറിന് ഉത്തരവും സെ സന്തുഷ്ട ഹോ ഗയാ. ലേക്കിൻ പക്ഷേ ഖ്വാജ സാഹബ് ഇഷ്ടപ്പെടാതെ മൂക്കൊക്കെ വളച്ചുകൊണ്ട് പറഞ്ഞു, ऐसे गोलमोल जवाबों से काम नहीं चलेगा जनाब. ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഉത്തരമല്ലാത്ത വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ കൊണ്ട് കാര്യം നടക്കില്ല. ബീർബൽ ബോലെ, ബീർബൽ പറഞ്ഞു, ऐसे सवालों के ऐसे ही जवाब होते हैं. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇങ്ങനത്തെ ഉത്തരങ്ങളെ എനിക്ക് തരാൻ പറ്റുള്ളൂ. पहले मेरे जवाबों को गलत साबित कीजिए തബ് ആകെ ബടിയേ. ഞാനിപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ തെറ്റാണെന്ന് ആദ്യം നിങ്ങൾ തെളിയിക്കൂ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഖ്വാജ സാഹിബ് സെ ഫിർ കുച്ച് ബോൽനെ നഹി ബനാ. ഖ്വാജ സാഹിബ് അതോടെ നിശബ്ദനായിപ്പോയി. അദ്ദേഹത്തിന് പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റിയില്ല. അപ്പം എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? ബീർബൽ ഭയങ്കര ബുദ്ധിമാനാണല്ലേ. ജേസാ സവാൽ വേസാ ജവാബ്. ഇപ്പം ഈ ഒരു ടൈറ്റിലിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണോ ചോദ്യം അങ്ങനെ തന്നെയായിരിക്കും ഉത്തരങ്ങളും. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ ആരൊക്കെയാണുള്ളത്? അക്ബർ, ബാദ്ഷാ അക്ബർ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു ബീർബൽ. ബീർബൽ ഭയങ്കര ബുദ്ധിമാനാണ്. ബീർബലിൻ്റെ ബുദ്ധിയിൽ ബഡോ ബഡോം കി ബി നെയ് ചൽത്ത. എത്ര വലിയ ആൾക്കാരുടെ മുമ്പിലും ബീർബൽ തോൽക്കില്ല. അദ്ദേഹത്തിനോട് ദേഷ്യമുണ്ടായിരുന്ന ആളാണ് ഖ്വാജ സര. ഖ്വാജ സര അദ്ദേഹത്തിനെ മണ്ടനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി 3 ചോദ്യങ്ങളാണ് കണ്ടുപിടിച്ചത്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ ലോകത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യമോ, ഈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? മൂന്നാമത്തെ ചോദ്യം, ഈ ലോകത്തിൽ എത്ര ജനങ്ങളുണ്ട്? എന്താണ് ഇവിടുത്തെ പോപ്പുലേഷൻ? ഈ 3 ചോദ്യങ്ങൾക്കും ബീർബൽ ബുദ്ധിപരമായ ഉത്തരം കൊടുത്തു. അങ്ങനെ നമ്മുടെ ഖ്വാജ സാഹിബ് ബീർബൽ മണ്ടനാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഖ്വാജ സാഹിബ് സ്വയം അവിടുന്ന് അപമാനിതനായിപ്പോയി. ഈ സ്റ്റോറി എല്ലാവരും ഒന്നുകൂടി വായിക്കുക. അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.